ഹായ് നമസ്കാരം. പി.എസ്.സി പരീക്ഷകളിൽ മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയാണിത്. പഴയ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ തന്നെ നല്ല മാർക്ക് നേടാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നേരം കളയാതെ വീഡിയോയിലേക്ക്. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലുരാമ്പാറ ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്. കോഴിക്കോട്ടാണ് 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലുരാമ്പാറ എന്ന സ്ഥലം. ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചെവി. ചെവി എന്ന ജ്ഞാനേന്ദ്രിയമാണ് ഓർഗൻ ഓഫ് കോർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ഏത്? ഉത്തരം ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം 1:8. 1:8 ആണ് ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ? ഉത്തരം ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘാടനാണ് വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനുവേണ്ടി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഉണർവ്. ഉണർവാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനുവേണ്ടി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1955. 1955-ലാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ ദേശാടൻ പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം? ഉത്തരം തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം നൈട്രജൻ. നൈട്രജന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഉത്തരം പരുത്തി. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഉത്തരം 44-ാം ഭേദഗതി. 44-ാം ഭേദഗതിയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം ശാരദാ സദൻ. ശാരദാ സദനാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം.